ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിരൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ് ചാപ്റ്റർ 12 അപ്പീൽ റിവിഷൻ ആൻഡ് റിവ്യൂ. അതുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൂൾ 95 മുതൽ 125 വരെയാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പായി നമ്മൾ സെക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ പോയിൻറ്റുകളും ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ റൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. KCS റൂൾ ചാപ്റ്റർ 12 അപ്പീൽസ് റിവിഷൻ ആൻഡ് റിവ്യൂ. റൂൾ 95 മുതൽ 125 വരെയാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. റൂൾ 95 ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ ട്രിബ്യൂണലാണ്. ദ ട്രിബ്യൂണൽ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 81 ഷോൾ ബി കോൾഡ് ദ കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? തിരുവനന്തപുരത്താണ് ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. റൂൾ 95 ഹെഡ്ക്വാർട്ടേഴ്സാണ്. ട്രിബ്യൂണലിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സുമായി ബന്ധപ്പെട്ടതാണ് റൂൾ 95 മുതൽ 125 വരെയാണ് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. റൂളിൽ നടപടിക്രമങ്ങളാണ്. എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ട്രിബ്യൂണൽ ചെയ്യേണ്ടത്, ട്രിബ്യൂണലിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ നടപടിക്രമങ്ങളും വിശദീകരിക്കുന്നതാണ്. റൂളുകളിലാണ് നടപടിക്രമങ്ങളെല്ലാം വിശദീകരിക്കുന്നത്. ദ ട്രിബ്യൂണൽ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 81 ഷാൾ ബി കോൾഡ് ദ കേരള കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ട്രിവാൻഡ്രമാണ്. ദ ട്രിബ്യൂണൽ ഷോൾ ഹോൾഡ് ഇറ്റ് സിറ്റിംഗ്സ് അറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഹെഡ്ക്വാർട്ടേഴ്സിൽ മാത്രമേ വിളിച്ചു ചേർക്കാൻ പാടൂ എന്നില്ല. ആൻഡ് സച്ച് അതർ പ്ലേസസ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ ട്രിബ്യൂണൽ ഫ്രം ടൈം ടു ടൈം. ട്രിബ്യൂണൽ അതാത് സമയങ്ങളിൽ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിലും ട്രിബ്യൂണൽ കൂടാനും അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ തീർപ്പാക്കാനുമുള്ള സംവിധാനമുണ്ട് കേട്ടോ. ദ സ്റ്റാഫ് ഓഫ് ദ ട്രിബ്യൂണൽ ഷോൾ കൺസിസ്റ്റ് ഓഫ് എൻ ഓഫീസർ ഓഫ് ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ആസ് സെക്രട്ടറി എന്നാണ് പറയുന്നത്. ഡെപ്യൂട്ടി രജിസ്ട്രാറിൽ കുറയാത്ത ആളാണ് സെക്രട്ടറി ആയിട്ട് വരിക. അദ്ദേഹം ഒരു ഓഫീസറാണല്ലോ, സഹകരണ വകുപ്പിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ട്രിബ്യൂണലിൻ്റെ റൂൾ 95 പറയുന്ന കാര്യങ്ങളാണ് ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കുക. ഇനി റൂൾ 96 കടന്നാൽ കസ്റ്റഡി ഓഫ് റെക്കോർഡ്സ് എക്സെട്ര ഓഫ് ദ ട്രിബ്യൂണൽ. കസ്റ്റഡി ഓഫ് റെക്കോർഡ്സ്, എന്തെല്ലാം റെക്കോർഡ്സാണ് ട്രിബ്യൂണലിൽ സൂക്ഷിക്കുന്നത്, ആരാണ് അതിൻ്റെ കസ്റ്റോഡിയൻ എന്നെല്ലാമാണ് പ്രധാനമായിട്ടും നോക്കുന്നത് കേട്ടോ. പ്രധാനമായിട്ട് ആർക്കാണ് ഇതിൻ്റെ ചുമതല എന്നാണ്. ദ സെക്രട്ടറി ഷോൾ ഹാവ് ദ കസ്റ്റഡി ഓഫ് ദ റെക്കോർഡ്സ് ഓഫ് ദ ട്രിബ്യൂണൽ. ആർക്കാണ് ചുമതല? സെക്രട്ടറിക്കാണ് കസ്റ്റഡി. ചുമതലകളെല്ലാം സെക്രട്ടറിക്കാണ് കേട്ടോ. ദ ഒഫീഷ്യൽ സീലും ടു ബി യൂസ്ഡ് ഇൻ ദ ട്രിബ്യൂണൽ ഷോൾ ബി കെപ്റ്റ് ഇൻ ദ സേഫ് കസ്റ്റഡി ഓഫ് ദ സെക്രട്ടറി. ആരാണ് സൂക്ഷിക്കുന്നത്? ഒഫീഷ്യൽ സീല് വരെ സൂക്ഷിക്കുന്നത് ആരാണ്? സെക്രട്ടറിയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? അതായത് ട്രിബ്യൂണലിൻ്റെ അനുവാദത്തോടു കൂടി മാത്രമേ ആ സീൽ ഉപയോഗിക്കാനുള്ള പെർമിഷനൊന്നും സെക്രട്ടറിക്കില്ല. പക്ഷേ എന്നിരുന്നാലും സൂക്ഷിക്കുന്നതും ബാക്കി കാര്യങ്ങൾ കസ്റ്റഡിയിൽ വെക്കുന്നതും എല്ലാം ആരാണ്? സെക്രട്ടറിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ അടുത്ത പോയിന്റ് വരികയാണെങ്കിൽ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട്, അതായത് സെക്രട്ടറിക്ക് കുറച്ച് ചുമതലകളൊക്കെ ചെയ്യാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് ഒരു കലണ്ടർ വർഷത്തിൽ ഓരോ പകുതി എത്തുമ്പോഴും ഓരോ പകുതി തുടങ്ങാനാകുമ്പോൾ പകുതിയുടെ ആരംഭത്തിൽ സെക്രട്ടറി ഓഫ് ദ ട്രിബ്യൂണൽ ഷോൾ പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് കേസസ്. ഏതൊക്കെ കേസസ് ആണെന്ന് തയ്യാറാക്കി എഴുതി വെക്കണം. റെഡി ഫോർ ഹിയറിങ്ങിന് വിളിക്കേണ്ട കേസുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. ദിസ് ലിസ്റ്റ് ഈസ് കോൾഡ് റെഡി ലിസ്റ്റ്. ഇതിനെയാണ് റെഡി ലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ റെഡി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? സെക്രട്ടറി ഓഫ് ദ ട്രിബ്യൂണലാണ്. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ആരുടെ ജൂറിസ്ട്രിക്ഷൻ ഓഫ് എ ജോയിൻറ്റ് രജിസ്ട്രാർ ജനറൽ. അതായത് ഒരു ജോയിൻറ്റ് രജിസ്ട്രാർ ജനറലിൻ്റെ പരിധിയിൽ ഏതൊക്കെ കേസസ് ആണുള്ളത്, ഏതൊക്കെയാണ് ഒത്തുതീർപ്പാക്കാനുള്ളത്, ഏതൊക്കെയാണ് ഹിയറിങ്ങിന് വിളിക്കാനുള്ളത് എന്ന് കറക്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി അതെപ്പോൾ ഒരു കലണ്ടർ വർഷത്തിലെ ഓരോ പകുതി ആരംഭിക്കുമ്പോൾ തന്നെ അങ്ങനെ കറക്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കി അത് തയ്യാറാക്കേണ്ടത് ഉത്തരവാദിത്തം ആരുടെയാണ്? സെക്രട്ടറിയുടെയാണ് കേട്ടോ. അതുപോലെ ഈ തയ്യാറാക്കി കയ്യിൽ വെച്ചിരുന്നാൽ മാത്രം പോരാ. ഈ കോപ്പി ഓഫ് ദ റെഡി ലിസ്റ്റ് ഷോൾ ബി ഫോർവേഡഡ് ബൈ ദ സെക്രട്ടറി ഓഫ് ദ ട്രിബ്യൂണൽ ടു ദ കൺസേൺഡ് JR. അതായത് JRന് കൈമാറും വേണം. ജോയിൻറ്റ് രജിസ്ട്രാർക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട ചുമതലയും ആർക്കുണ്ട്? സെക്രട്ടറിയുടെ തന്നെയാണ്. ഓരോ സിറ്റിംഗ് സ്ഥലത്തും അടുത്ത മാസം ഇപ്പോൾ ഏതൊക്കെ കേസുകളാണോ, ഏതൊക്കെ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കേസുകളാണോ കേൾക്കാനുള്ളത്, ഈ ബന്ധപ്പെട്ട ഡെപ്യൂട്ടി രജിസ്ട്രാറിൻ്റെ ഓഫീസിൽ നോട്ടീസ് ബോർഡിൽ
എന്ത് ചെയ്യണം, ഇത് 7 ദിവസത്തിൽ കുറയാതെ പ്രസിദ്ധീകരിക്കുകയും വേണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓരോ സിറ്റിംഗ് സ്ഥലത്തും അടുത്ത മാസം കേൾക്കുന്ന കേസുകളുടെ ലിസ്റ്റ് ബന്ധപ്പെട്ട ഡെപ്യൂട്ടി രജിസ്ട്രാറിൻ്റെ നോട്ടീസ് ബോർഡിൽ ആ മാസത്തെ സിറ്റിങ്ങിൻ്റെ ആദ്യ സെഷൻ ആരംഭിക്കുന്നതിന് 7 ദിവസത്തിൽ കുറയാതെ പ്രസിദ്ധീകരിക്കണം. സിറ്റിംഗ് തുടങ്ങുന്നതിൻ്റെ 7 ദിവസം മുമ്പെങ്കിലും കുറയാതെ പ്രസിദ്ധീകരിക്കണം എന്നാണ് പറയുന്നത്. ഈ ജോയിൻറ്റ് രജിസ്ട്രാറുടെ ഓഫീസിലാണ് കേട്ടോ, ഓഫീസിൽ, അതായത് സിറ്റിംഗ് സ്ഥലത്തുള്ള ജോയിൻറ്റ് രജിസ്ട്രാറുടെ നോട്ടീസ് ബോർഡിൽ 7 ദിവസത്തിൽ കുറയാതെ പ്രസിദ്ധീകരിക്കണം എന്നാണ് 96-ൽ പറയണത് കേട്ടോ. അപ്പോൾ റെഡി ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്നും എങ്ങനെ ലിസ്റ്റ് കൊടുക്കണമെന്നും 7 ദിവസത്തിൽ കുറയാതെ നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കണമെന്നുമൊക്കെ ഈ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ അടുത്തത് റൂൾ 97ലേക്ക് കടക്കുമ്പോൾ അഡീഷണൽ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സെക്രട്ടറി. എന്തൊക്കെ അഡീഷണൽ പവേഴ്സും ഡ്യൂട്ടീസും സെക്രട്ടറിക്ക് ഉണ്ടെന്ന് നോക്കാം. ജനറൽ കൺട്രോൾ ഓഫ് ദ ട്രിബ്യൂണൽ വെസ്റ്റഡ് വിത്ത് ദ സെക്രട്ടറി. പൊതുവായിട്ടുള്ള കൺട്രോൾ ആർക്കാണ്? സെക്രട്ടറിക്ക് തന്നെയാണ് അല്ലേ. പബ്ലിഷ് ദ ഡേറ്റ് ഓഫ് ഹിയറിംഗ് ഓഫ് അപ്പീൽസ് ആപ്ലിക്കേഷൻ ഓർ അതർ പ്രൊസീഡിങ്സ്. ഡേറ്റ് പബ്ലിഷ്, ഹിയറിങ്ങിനുള്ള ഡേറ്റ് പബ്ലിഷ് ചെയ്യുക. ഈ അപ്ലിക്കേഷനും മറ്റ് പ്രൊസീഡിങ്സിനുള്ള ഡേറ്റ്സൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത് ആരാണ്? കാരണം അദ്ദേഹമാണ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ള വ്യക്തമായ ധാരണ അദ്ദേഹത്തിനാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളാണ് അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇഷ്യൂ ഓഫ് നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്നതും ആൾ തന്നെയാണ് കേട്ടോ. നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ അവധി അനുവദിക്കുന്നതിനും ട്രിബ്യൂണലിൻ്റെ രേഖകൾ പരിശോധിക്കുന്നതിനും വല്ല രേഖകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് തിരയുന്നതിനും കക്ഷികളുടെ നടപടിക്രമങ്ങൾക്ക് രേഖകളുടെ പകർപ്പുകൾ നൽകാൻ ഉത്തരവിടുന്നതും ഇതൊക്കെ ട്രിബ്യൂണലിനെ അറിയിച്ചതിന് ശേഷം സെക്രട്ടറിക്ക് ഈ അധികാരങ്ങളല്ലാണ്ട് ട്രിബ്യൂണലിനെ അറിയിച്ച് വേണ്ട കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള പവറെല്ലാം ആർക്കാണ്? സെക്രട്ടറിക്കാണുള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് വെക്കണം. അവധി അനുവദിക്കുക, പിന്നെ അതുപോലെ ട്രിബ്യൂണലിൻ്റെ രേഖകളൊക്കെ പരിശോധിക്കുക, തിരയുക, കക്ഷികളുടെ നടപടിക്രമങ്ങൾക്ക് രേഖകൾ പകർപ്പുകൾ എന്തെങ്കിലും വേണമെങ്കിൽ അതിനൊക്കെ ഉത്തരവിടാനുള്ള അധികാരം ആർക്കുണ്ട്? സെക്രട്ടറിക്ക് ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. സെക്രട്ടറിക്ക് ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ ധാരാളം കഴിവുകളുള്ള ആളാണെന്ത്, ഉത്തരവാദിത്തങ്ങളുള്ള ആളാണ് സെക്രട്ടറി എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത റൂളിലേക്ക് കടക്കുമ്പോൾ റൂൾ 97 അഡീഷണൽ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സെക്രട്ടറിയാണ്. റൂൾ 98ലേക്ക് കടക്കുമ്പോൾ ധാരാളം ഫോമുകളാണ്. ഫോംസ് ഓഫ് അപ്പീൽസ് ആൻഡ് അപ്ലിക്കേഷൻസ്. അപ്ലിക്കേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അപ്പീലിന് വേണ്ടിയിട്ടും റിവ്യൂവിന് വേണ്ടിയിട്ടും റിവിഷന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ അപ്ലിക്കേഷൻസ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ അപ്ലിക്കേഷൻസ് ഒക്കെ ഓരോ ഫോം നമ്പറിലാണ് കൊടുക്കുക. അപ്പോൾ ഈ ഫോം നമ്പറിനെ കുറിച്ചാണ് ഇവിടെ വിശദമായിട്ട് ഒരുപാട് പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റൂളിൽ. അപ്പോൾ നമുക്കതെല്ലാം ഫുള്ള് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചാൽ അതൊരു വലിയൊരു പ്രയത്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോർട്ടായിട്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒന്നാമത് എക്സാമിന് സമയം വളരെ കുറവാണ്. അപ്പോൾ ഈ ഫോമൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. ഒരു 10-25 ഫോം എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു ഫോം ചോദിച്ചാൽ നമുക്കറിയാത്ത കാരണം മിസ്സായി പോകണ്ടല്ലോ. അപ്പോൾ ഫോമുകളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ പഠിക്കുന്ന ഫോമുകൾ അതാത് ഫോമുകൾ കിട്ടുമ്പോൾ പേപ്പറിലോ അല്ലെങ്കിൽ നോട്ട് പുസ്തകത്തിലോ എഴുതി വയ്ക്കുക. എന്നിട്ട് എക്സാമിൻ്റെ സമയമാകുമ്പോൾ റിവിഷൻ ചെയ്ത് പോവുക കേട്ടോ. റൂൾ 98 ഒരുപാട് കൂടുതൽ ഫോമുകൾ കടന്നു വരുന്നത് റൂളിൽ തന്നെയാണ് കംപ്ലീറ്റും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ ഒരുപാട് ഫോമുകൾ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫോമുകളും ഒരുവിധം കിട്ടും. ആദ്യത്തെ ഭാഗം തൊട്ടിട്ട് നമുക്ക് കിട്ടാവുന്ന ഫോമുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫോം നമ്പർ ഏതാണെന്നൊക്കെ കളക്ട് ചെയ്ത് ഒരുമിച്ച് എഴുതി വെക്കുക. അവിടെ എഴുതി വെക്കുമ്പോൾ നമുക്കത് കിട്ടാൻ വലിയ പാടാണ്. എക്സാമിന് സമയമാകുമ്പോൾ ഒരുമിച്ച് എന്തും എഴുതി വെക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ എളുപ്പമാവും. ഫോം നമ്പർ 15 പറയുന്നത് ഫോം ഓഫ് അപ്പീൽ ടു ട്രിബ്യൂണലാണ്. ട്രിബ്യൂണലിൽ അപ്പീൽ കൊടുക്കുന്നില്ലേ, അപ്പോൾ അത് ഏത് ഫോമിലാണെന്ന് വെച്ചാൽ 15-ലാണ് കൊടുക്കുക കേട്ടോ. 16-ൽ കൊടുക്കുക റിവ്യൂ ആണ് കൊടുക്കുക. 15-ൽ അപ്പീൽ കൊടുക്കും, 16-ൽ റിവ്യൂ കൊടുക്കും. പിന്നെ ഇവിടെ 17 ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഓൾ പ്രിൻസിപ്പൽ അപ്ലിക്കേഷൻ അതർ ദാൻ അപ്പീൽ ആൻഡ് റിവ്യൂ. അപ്പീലും റിവ്യൂ അല്ലാത്ത മറ്റ് പ്രിൻസിപ്പൽ അപ്ലിക്കേഷൻ എല്ലാം കൊടുക്കുന്നത് 17-ലാണ്. അപ്പോൾ അതായത് റിവിഷൻ കൊടുക്കുന്നത് 17-ആണെന്ന് ഓർത്തിരിക്കുക. അപ്പീലും റിവ്യൂ അല്ലാത്തത് റിവിഷൻ ആണല്ലോ. അപ്പോൾ റിവിഷൻ 17ആണെന്ന് ആലോചിക്കുക. 18 ഫോം ഓഫ് ഇൻ്റർലൊക്കേറ്ററി ഓർഡേഴ്സ് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയിട്ട് 18-ലാണ് കൊടുക്കാമെന്ന് ആലോചിക്കുക. അപ്പോൾ അത് ജസ്റ്റ് ഓർത്തിരിക്കണം. 15, 16, 17, 18 കേട്ടോ. 18 വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫോമിൻ്റെ നമ്പറുകളാണ് ഇവിടെ കുറേ പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ തൽക്കാലം ഫോം നമ്പറെങ്കിലും നമ്മൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇനി റൂൾ 99ലേക്ക് കടക്കുമ്പോൾ പ്രസൻറ്റേഷൻ ഓഫ് അപ്പീൽ ആൻഡ് അപ്ലിക്കേഷനാണ്. അതായത് അപ്പീൽ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു അപ്ലിക്കേഷൻ ഫോം നമ്പർ 15-ൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പ്രസൻറ്റഡ് ഇൻ പേഴ്സൺ ബൈ ദ അപ്ലിക്കൻ്റ്. അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ എനിക്ക് പരാതി ഉണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യാം, അപ്പീൽ കൊടുക്കാം അല്ലേ.
അല്ലെങ്കിൽ എനിക്കൊരു പ്ലീഡറെ വെക്കാം, അല്ലെങ്കിൽ ഒരു ഡ്യൂലി ഓതറൈസ്ഡ് ഏജൻറ്റിനെ വെക്കാം. നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിവില്ല, നമുക്ക് കഴിവില്ല, പോകാൻ ആരുമില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ റീസൺസ് ഉണ്ടെങ്കിൽ നമ്മൾ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നിയമം അറിയാവുന്ന ഒരാളുടെ സഹായം തേടാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മളൊരു പ്ലീഡറെ വെക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് ആയ ഏജൻറ്റിനെ വെച്ചിട്ട് അതുവഴി കാര്യങ്ങൾ നീക്കുകയാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാം. സെക്രട്ടറിക്കാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓഫീസ് ഹവേഴ്സിൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് സെൻഡ് ചെയ്യാം. എങ്ങനെ? നെയിം ഓഫ് സെക്രട്ടറി ടു ദ കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ അറിയാലോ, CSEBയുടെ സെക്രട്ടറിക്കല്ലേ നമ്മൾ അയക്കണം. അപ്പോൾ അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ടും അയക്കാം. ഇൻ ദ നെയിം ഓഫ് ആരുടെ പേരിലാണ് അയക്കേണ്ടത്? സെക്രട്ടറിയുടെ പേരിലാണ് അയക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ നമ്മൾ അയക്കുമ്പോൾ വക്കാലത്തും കൂടി വേണം, അതായത് ലെറ്റർ ഓഫ് അതോറിറ്റി. ഇപ്പോൾ ഒരു പ്ലീഡറാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പൂർണ്ണമായ സമ്മതത്തോട് കൂടിയിട്ടാണ് അത് ചെയ്യണത് എന്ന് ഒരു അതോറിറ്റി ഉണ്ടല്ലോ, ആ ലെറ്റർ ഓഫ് അതോറിറ്റിയും കൂടെ വെക്കണം കേട്ടോ. ഇയാളെ അപ്പോയിൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്യൂലി സൈൻ ചെയ്ത്, അപ്പലൻ്റ് അല്ലെങ്കിൽ അപ്ലിക്കൻ്റ് ഡ്യൂലി സൈൻ ചെയ്തിട്ടുള്ള രേഖകളും കൂടി അതിൽ എന്ത് ചെയ്യണം, ഹാജരാക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോഴേ അതിനൊരു വാലിഡിറ്റി ഉള്ളൂ കേട്ടോ. അപ്പോൾ റൂൾ 100 ആണ് ഞാൻ അടുത്തത്. രജിസ്ട്രേഷൻ ഓഫ് അപ്പീൽസ് ആൻഡ് ആപ്ലിക്കേഷനാണ്. ഇപ്പം നമ്മൾ അപ്പീലൊക്കെ ഫയൽ ചെയ്ത് കൊടുത്തു അല്ലേ, അപ്പീലൊക്കെ കൊടുത്തു കഴിഞ്ഞു, അപ്പീലൊക്കെ ഓഫീസിലെത്തി. അപ്പോൾ ഇനി അത് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് നമ്മളല്ല, അവരാണ് ചെയ്യേണ്ടത്. സെക്രട്ടറിയുടെ ചുമതലയാണ് അല്ലേ രജിസ്റ്റർ ചെയ്യണം. എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രജിസ്ട്രേഷൻ അപ്പീൽസും ആപ്ലിക്കേഷൻസും ഒക്കെ വന്നു കഴിഞ്ഞാൽ റെസിപ്റ്റായി ഓൺ റെസിപ്റ്റ് ഓഫ് എനി അപ്പീൽ ഓർ അപ്ലിക്കേഷൻ ദ സെക്രട്ടറി ഓഫ് ദ ട്രിബ്യൂണൽ ഷോൾ എൻഡോസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് റെസിപ്റ്റ്. എന്നാണോ അത് ലഭിച്ചത്, ആ ലഭിച്ച തീയതി വെച്ച്, ആ ഡേറ്റ് അടക്കം വെച്ച് എന്ത് ചെയ്യണം, അവിടെ എൻഡോസ് ചെയ്ത് വെക്കണം. കാരണം എന്നാണോ ലഭിച്ചതിനുള്ള കറക്റ്റ് ഡേറ്റ് അവിടെ മെൻഷൻ ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. സെക്രട്ടറി എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ ലഭിച്ച് എക്സാം ചെയ്യും. എന്താ എക്സാം ചെയ്യുക? ഈ പേഴ്സണ് പ്രസൻറ്റ് ചെയ്ത ഈ പേഴ്സണ് അതോറിറ്റി ഉണ്ടോ അങ്ങനെ ചെയ്യാൻ. ഇപ്പോൾ ഒരാൾ കൊടുത്തു വെച്ചിട്ട് അയാൾക്ക് അതോറിറ്റി ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ആൾക്ക്, അതായത് ഈ ആപ്ലിക്കേഷൻ അയച്ച ആൾക്ക് അതോറിറ്റി ഉണ്ടോ ഇങ്ങനെ ചെയ്യാൻ എന്ന് ആര് ചെക്ക് ചെയ്യണം എന്നാണ് പറയണത്? സെക്രട്ടറി കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം എന്നാണ് പറയണത് കേട്ടോ. where the person presenting it has authority to do so, whether it is made within the period of limitation. ഈ ലിമിറ്റേഷൻ പീരീഡിൻ്റെ ഉള്ളിൽ തന്നെയാണോ അത് അപ്ലൈ ചെയ്തതെന്ന് നോക്കണം. whether it conforms to the provisions of the Act and Rules. ആക്ട് ആൻഡ് റൂൾസിൽ ഊന്നി നിൽക്കുന്നതാണോ അതോ വല്ല വയലേഷൻസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നെല്ലാം കൺഫേം ചെയ്യേണ്ടത് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ അതുപോലെ തന്നെ സെക്രട്ടറി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ അപ്പീലോ ആപ്ലിക്കേഷൻ ഓർഡറിൽ തന്നെയാണ്, കറക്റ്റ് ആണെങ്കിൽ ഹീ ഷാൾ രജിസ്റ്റർ ഇറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട അടുത്ത റൂളിൽ വരും ഏതൊക്കെ രജിസ്റ്ററിലാണ് ഇത് എൻ്റർ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത ഫോം നമ്പേഴ്സാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിനൊക്കെ എന്തുണ്ട്, രജിസ്റ്ററും ഉണ്ട്. അതായത് ഇത് എൻ്റർ ചെയ്യേണ്ട രജിസ്റ്റർ വേറെ ഉണ്ട്. അപ്പോൾ അതും കൺഫ്യൂസ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞാൽ സെക്രട്ടറി സാറ്റിസ്ഫൈ ആണെങ്കിൽ എന്ത് ചെയ്യും, അപ്പീലും ആപ്ലിക്കേഷനും ഓർഡറാണെന്നും അദ്ദേഹം മനസ്സിലാക്കുകയും അപ്രോപ്രിയേറ്റ് രജിസ്റ്ററിൽ ഇതെല്ലാം എഴുതി വയ്ക്കുകയും ചെയ്യും, അല്ലെങ്കിൽ കുറിച്ച് വയ്ക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഈ സെക്രട്ടറി എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണ്, അതായത് അപ്പീലോ ആപ്ലിക്കേഷൻ ഡസ് നോട്ട് കൺഫേം ടു എനി പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ആൻഡ് റൂൾസിൻ്റെ പ്രൊവിഷൻസിന് എന്തെങ്കിലും ഒരു മിസ്മാച്ച് വരികയാണെങ്കിൽ ഹീ ഷാൾ മേക്ക് ഒരു നോട്ട്, അതായത് ഒരു കുറിപ്പ് എന്ത് ചെയ്യും, ഈ ആപ്ലിക്കൻറ്റിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി കൺസേൺഡ് പ്ലീഡറെയോ ഏജൻറ്റിനെയോ ഫോം നമ്പർ 19 അറിയിക്കാമെന്ന് ആലോചിക്കണം കേട്ടോ. ഫോം നമ്പർ 19 എഴുതി അറിയിക്കും. അപ്പോൾ അതെന്താണ്, നോട്ടീസ് ഓഫ് കൺസേൺഡ് പാർട്ടീസ് ടു ക്യൂർ ദ ഡിഫെക്ട്സ് ഇൻ ദ അപ്പീൽ ഓർ അപ്ലിക്കേഷൻ. ഈ അപ്പീലോ അപ്ലിക്കേഷൻസിലോ എന്തെങ്കിലും ഡിഫെക്ട്സ് കണ്ടെത്തി കഴിഞ്ഞാൽ സെക്രട്ടറി കൺസേൺഡ് പാർട്ടീനെ ഫോം നമ്പർ 19 അറിയിക്കുന്നതാണ് ഈ ഫോം നമ്പർ 19 കേട്ടോ. അതായത് ഇങ്ങനൊരു ഡിഫെക്റ്റ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കാനായിട്ട്, ഡിഫക്റ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് അറിയിക്കണത് കേട്ടോ. അപ്പോൾ ഫോം നമ്പർ 19 നോട്ടീസ് ഓഫ് കൺസേൺഡ് പാർട്ടീസ് ടു ക്യൂർ ദ ഡിഫെക്ട്സ് ഇൻ അപ്പീൽ ഓർ അപ്ലിക്കേഷൻ. അപ്പോൾ അങ്ങനെ ക്യൂർ ചെയ്യാൻ അയച്ചു. അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ പിന്നെ പണി ചെയ്യേണ്ടത് അവരാണ് അല്ലേ. അപ്പോൾ അവർ എന്ത് ചെയ്യണം, നോട്ടീസ് ഓഫ് അവരൊന്ന് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ളതായി. ഇനി ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഡൺ ടു ക്യൂർ ദ ഡിഫെക്ട്സ് റീസണബിൾ പീരിയഡിൽ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് രജിസ്റ്റർ ചെയ്യും. പക്ഷേ ഇവർ ഒരു ഡിഫെക്റ്റും ക്യൂർ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, സഫീഷ്യൻറ്റ് കോസ് എന്തുകൊണ്ടാണ് ഒന്നും അറിയിക്കണമൊന്നുമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും, നോട്ടീസ് ഓഫ് ഹിയറിങ്ങിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് കൊടുക്കും കേട്ടോ. ടു ദ കൺസേൺഡ് പാർട്ടീസ് ഇഫ് ദ ഡിഫെക്ട്സ് ആർ നോട്ട് ക്യൂർഡ് ചെയ്യാതിരുന്നാൽ ഇദ്ദേഹം എന്ത് ചെയ്യും,
അത് എന്തുകൊണ്ടാണ് ചെയ്യാത്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ഹിയറിങ്ങിൻ്റെ നോട്ടീസ് കൊടുക്കുന്നതാണ് ഫോം നമ്പർ 20 പറയണം കേട്ടോ. അപ്പോൾ ഫോം നമ്പർ 19 പറയണം എന്താണ്, ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഡിഫക്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്, സോ നിങ്ങളിത് വന്ന് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന രേഖകളൊക്കെ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഫോം നമ്പർ 19. ഫോം നമ്പർ 20 എന്താണ്, പക്ഷേ ഇവർ ചെയ്തില്ല എന്ന് വിചാരിക്കാം, ഇവരത് നെഗ്ലക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോഴും അവരെ എന്ത് ചെയ്യും, വിളിച്ചു വരുത്താണ്. നോട്ടീസ് ഓഫ് ഹിയറിങ്ങിന് വിളിക്കുക എന്നതാണ് ഈ 20 കേട്ടോ. ടു ദ കൺസേൺഡ് പാർട്ടീസ് ഇഫ് ദ ഡിഫക്ട്സ് ആർ നോട്ട് ക്യൂർഡ്. ഓക്കെ, അപ്പോൾ അതും ആരുടെ ചുമതലയാണ്, ഇതെല്ലാം സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് റൂൾ 101 വരികയാണ്. ഇവിടെ വേറെയും ഇതുപോലത്തെ പോയിന്റുകൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മളിങ്ങനെ വിളിച്ചു വരുത്തി, ഇനിയിപ്പം കുറച്ച് സമയം ആവശ്യപ്പെടുകയാണെങ്കിൽ അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. മോർ ദാൻ 15 ഡേയ്സിൽ കുറയാത്ത രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം സെക്രട്ടറിക്ക് കേട്ടോ. അത് എന്ത് ചെയ്യണം, ട്രിബ്യൂണലിനെ അറിയിക്കണം കേട്ടോ. ട്രിബ്യൂണലിന് കറക്റ്റായിട്ടുള്ള ഓർഡർ ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഈ 15 ദിവസം മോർ ദാൻ 15 ഡേയ്സിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഈ ഡിഫക്റ്റ് ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ സഫീഷ്യൻറ്റ് കോസ് സാറ്റിസ്ഫാക്ടറി ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടറി എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. ഈ ഡിഫക്റ്റ് നോട്ട് ക്യൂർഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, സഫീഷ്യൻറ്റ് കോസ് നോട്ട് ഷോൺ ആണെന്ന് അറിയിക്കുകയും ഇവരെ എന്ത് ചെയ്യും, ഫോം നമ്പർ 20 കൊടുത്തിട്ട് പാർട്ടിയോടോ ഏജൻറ്റിനോടോ പ്ലീഡറോടോ എന്ത് ഹിയറിങ്ങിന് വരാൻ പറയും അല്ലേ. ദ ട്രിബ്യൂണൽ ഷാൾ ഹിയർ ദ പാർട്ടി ഓർ ഹിസ് ഏജൻറ്റ് ഓർ പ്ലീഡർ ഓൺ ദ ഡേറ്റ് ഫിക്സ് ചെയ്ത് ആ സമയത്ത് കേൾക്കും. അതുമാത്രമല്ല എന്താണോ സ്യൂട്ടബിൾ ഓർഡേഴ്സ്, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള റിജക്റ്റ് ചെയ്യും, അല്ല രജിസ്റ്റർ ഓഫ് അപ്പീൽ ആപ്ലിക്കേഷനിൽ ഫയൽ ചെയ്യാനാണെങ്കിൽ ഫയൽ ചെയ്യും. അപ്പോൾ അതാണ് ആ ഓർഡറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഓർഡർ വന്നു, ആ ഓർഡർ രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്യേണ്ട കാലാവധി നോട്ട് ലേറ്റർ ദാൻ 7 days. 7 ഡേയ്സിനുള്ളിൽ സെക്രട്ടറി ഇത് എന്ത് ചെയ്യണം, ഓർഡർ പുറപ്പെടുവിച്ചാൽ മാത്രം പോരാ, അത് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അത് സെക്രട്ടറി ഷാൾ രജിസ്റ്റർ നോട്ട് ലേറ്റർ ദാൻ 7 days ഫ്രം ദ ഡേറ്റ് ഓഫ് ദ സെഡ് ഓർഡർ. ഈ ഓർഡറിൻ്റെ എത്ര ദിവസം, 7 ഡേയ്സിനുള്ളിൽ സെക്രട്ടറി ഇത് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അതാണ് പറയുന്നത്. എന്തിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത റൂളിൽ പറയുന്നുണ്ട് 101 മെയിൻ്റനൻസ് ഓഫ് രജിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഓരോ വിധികളും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതാത് വിധികളുടെ രജിസ്റ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ രജിസ്റ്റർ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട കുറച്ച് ചില രജിസ്റ്റർ ചോദിക്കുമെന്ന് അറിയില്ല. നിങ്ങൾ എന്തായാലും നമ്മൾ ലോ പഠിക്കുമ്പോൾ നമ്മൾ ട്രിബ്യൂണലിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഓർഡറിൽ ഒരു കഥ പോലെ മനസ്സിലാക്കി വരികയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. കുറച്ച് ഡേറ്റ്സുകളുണ്ട്, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് നമ്മൾ എഴുതി വയ്ക്കുക. എഗെയിൻ റിവൈസ് ചെയ്യുക, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ നടപടിക്രമങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും കൂടി നമ്മൾ അറിയണം അല്ലേ. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമല്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മെയിൻ്റനൻസ് ഓഫ് രജിസ്റ്റർ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, സെക്രട്ടറിയുടെ കയ്യിൽ ഓർഡർ കിട്ടി. അപ്പോൾ ആ ഓർഡർ സെക്രട്ടറി എന്ത് ചെയ്യണം, 7 ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ എന്തിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് 101 കേട്ടോ. റൂൾ 101 മെയിൻ്റനൻസ് ഓഫ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അപ്പീൽ രജിസ്റ്റർ ചെയ്യണത് ഫോം നമ്പർ 21 കേട്ടോ. അപ്പീൽ രജിസ്റ്റർ ചെയ്യണത് എന്തിലാണ്, 21. റിവ്യൂ ആണെങ്കിലോ, റിവ്യൂ 22 റിവിഷൻ 23 കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ളതെല്ലാം ഉണ്ടെങ്കിൽ 26 മിസ്സലേനിയസ് ഉണ്ടെങ്കിൽ 25 റീസ്റ്റോറേഷൻ, രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ റീസ്റ്റോറേഷൻ 24. ഏതാണ് ഫോം നമ്പർ, രജിസ്റ്റർ റീസ്റ്റോറേഷൻ ഫോം നമ്പർ 24 പിന്നെ അത് കഴിഞ്ഞാൽ മിസ്സലേനിയസ് മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടത് ഫോം നമ്പർ 25 അൺരജിസ്റ്റേർഡ് അപ്പീൽ ആൻഡ് അപ്ലിക്കേഷൻ ഫോം നമ്പർ 26 അപ്പോൾ ഒന്നും കൂടി പറയാം. അപ്പീലുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ ഏതാണ്, 21. നമ്മൾ കൊടുക്കുന്ന ഇതല്ല കേട്ടോ, അപ്ലിക്കേഷൻ ഫോം അല്ല, ഇത് ഓർഡർ രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു സംഭവം, അതാണ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. സെക്രട്ടറിയുടെ കയ്യിൽ സെക്രട്ടറി 7 ദിവസത്തിനുള്ളിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രജിസ്റ്റർ ഓഫ് അപ്പീൽ 21 റിവ്യൂവിൻ്റെ ആണെങ്കിൽ 22 രജിസ്റ്റർ ഓഫ് ആപ്ലിക്കേഷൻ ഫോർ റിവിഷൻ ആണെങ്കിൽ എന്താണ് 23 പിന്നെ റീസ്റ്റോറേഷൻ ആണെങ്കിൽ 24 മിസ്സലേനിയസ് മാറ്റേഴ്സ് ആണെങ്കിൽ ഫോം നമ്പർ 25 പിന്നെ അൺരജിസ്റ്റേർഡ് അപ്പീൽസും ആപ്ലിക്കേഷൻസും ആണെങ്കിൽ എന്താണ് ഫോം നമ്പർ 26 കേട്ടോ. അപ്പോൾ കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ഉള്ള ഭാഗമാണ്. നമ്മൾ സെക്ഷൻ ആകുമ്പോൾ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു, എത്ര പെട്ടെന്ന് ഒരു വീഡിയോയിൽ കഴിഞ്ഞു, സെക്ഷൻ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി.
കുറച്ച് കണ്ടൻറ്റ് ഇനി സെക്ഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കിനെ എളുപ്പമായിരുന്നു. അത്ര എളുപ്പമാണോ നമ്മൾ ട്രിബ്യൂണൽ എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ റൂളിലേക്ക് കടക്കുമ്പം മിക്കവാറും പേര് റൂള് സ്കിപ്പ് ചെയ്ത് പോകാറാണ് പതിവ്. കാരണം റൂൾ എടുക്കലും എളുപ്പമല്ല, പഠിക്കലും എളുപ്പമല്ല. അപ്പോൾ അത് കാരണം നമ്മളും കുറച്ച് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരുള്ളൂ. CSEB സംബന്ധിച്ച് ഇടയ്ക്കൊക്കെ റൂളുമായി ബന്ധപ്പെട്ട് റൂളിന് ഒരുപാട് പ്രാധാന്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇനി വരുന്ന സാഹചര്യങ്ങളിൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് റൂളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സെക്ഷൻസ് ഒരുവിധം 110 സെക്ഷൻസ് എല്ലാവരും പഠിക്കും. പക്ഷേ റൂള് എല്ലാവരും എന്ത് ചെയ്യും, പതുക്കെ സ്കിപ്പ് ചെയ്തു പോകും. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മിസ്സാവാൻ സാധ്യതയുണ്ട്. അപ്പം കറക്റ്റായിട്ട് ലോ മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ കൂടെ റൂളും കൂടി എന്ത് ചെയ്യുക, നമ്മുടെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, എല്ലാ കാര്യങ്ങളും പഠിക്കണം എന്നല്ല പറയണത്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ഓർത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊന്നും അല്ല റൂളുള്ളത്, കുറച്ചും അധികമുണ്ട്, ഇനിയും കുറച്ചധികമുണ്ട്. പിന്നെ നമ്മുടെ ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ധാരാളം വരുന്നുണ്ട്. അറിയാലോ, 125 ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ നമ്മൾ 101 എത്തിയിട്ടുള്ളത് കേട്ടോ. 101 എത്തിയിട്ടുള്ളൂ, 125 ഉണ്ട്. അപ്പോൾ പോയിൻറ്റ്സ് മാക്സിമം ചുരുക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പോയിൻറ്റ്സുകളുണ്ട്, പക്ഷെ നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യുമ്പം എല്ലാവർക്കും കാണാൻ മടുപ്പുണ്ടാവും. എന്തായാലും റൂളുമായി ബന്ധപ്പെട്ട വീഡിയോസൊന്നും അങ്ങനെ പൊതുവെ ആർക്കും അങ്ങനെ ഒരു ഇത് സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു തലത്തിലേക്കാണല്ലോ. പക്ഷെ നിങ്ങൾ റൂൾ പഠിച്ചിരിക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ വീഡിയോ കണ്ടും നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത്, ഇപ്പോൾ ഞാൻ തന്നെ സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് ഇത്രയും ചെറുതാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതെങ്കിലും മിനിമം നമ്മൾ കറക്റ്റായിട്ട് പോയിൻറ്റ്സ് മാത്രം ജസ്റ്റ് ഒന്നെടുത്ത് പഠിക്കുക കേട്ടോ. വല്ല ക്വസ്റ്റ്യൻസും കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെ നന്നായിട്ട്, ഇപ്പോൾ റൂൾസ് ധാരാളം ചോദിച്ച് കാണാറുണ്ട്. ഫോം നമ്പർ ആയിക്കോട്ടെ, ഡേയ്സ് ആയിക്കോട്ടെ, അതൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കമൻറ്റ് വല്ലതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ, ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.